ഫോർമാലിറ്റീസ് ഒന്നും വേണ്ട, നമുക്ക് നേരെ സെഷനിലേക്ക് വരാം. തോന്നുന്നു വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ നമുക്ക്. ശരിക്കും പറഞ്ഞ ഇങ്ങനൊരു ക്ലാസ്സിനെ പറ്റി പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ആദ്യം ചിന്തിച്ചതെന്ന് പറഞ്ഞാൽ, ഇപ്പൊ പലരും ക്ലാസ് എടുക്കുന്നുണ്ട്, എവിഡൻസ് ആക്ട്, TP ആക്ട്, പലതിനെയും പറ്റി ക്ലാസ് എടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വീണ്ടും ഒരു ക്ലാസ് എന്ന് പറഞ്ഞാൽ പുതിയതായിട്ട് എന്തെങ്കിലും ഇല്ലെങ്കിൽ അത് ബോറാണ്. ഇല്ല, ഇങ്ങനല്ലേ? നമുക്ക് പുതിയതായിട്ട് എന്തെങ്കിലും, ഞാൻ അത് മാത്രമേ നോക്കുന്നുള്ളൂ. ന്യൂ ട്രെൻഡ്സ് ഇൻ എവിഡൻസ്. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പഴയ സെറ്റിൽഡ് പൊസിഷനിൽ നിന്ന് എവിടെയൊക്കെ എന്തൊക്കെയാണ് ഇപ്പം മൈന്യൂട്ടായിട്ട് കുറെ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. അതിനെപ്പറ്റി മാത്രമേ നോക്കുന്നുള്ളൂ. എനിക്കറിയാം, ഇപ്പം എവിഡൻസ് ആക്ടിന്റെ എല്ലാ പ്രൊഫഷനും അറിയാവുന്ന ആൾക്കാരെ ഇവിടെ ഇരിക്കുന്നു. സാറ് ഏത് ഭാഗം ചോദിച്ചാലും പറയാൻ പ്രാപ്തിയുള്ള ആൾക്കാർ, പ്രത്യേകിച്ച് സീനിയേഴ്സ്. ജൂനിയേഴ്സിനെ പറ്റി ഇപ്പോൾ ഹൈ അപ്രീഷിയേഷനാണ് എനിക്കുള്ളത്. എന്റെ കോടതിയിൽ ഒരുപാട് ജൂനിയേഴ്സ് വന്നിരിക്കാറുണ്ട്. പലരെയും സ്റ്റേറ്റ് ബ്രീഫായിട്ടും അല്ലെങ്കിൽ അമിക്കസ് ക്യൂറിയായിട്ടും അപ്പോയിന്റ് ചെയ്യുന്നുണ്ട്. അവർ പെർഫോമൻസ് കണ്ടിട്ട് എന്തോ അത്ഭുതപ്പെട്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അത് മികവിന്റെ ഒരു കാര്യമാണ്, മികവിന്റെ ഒരു വിളിച്ചോതുന്ന കാര്യമാണ്. ഓക്കെ, നമുക്ക് ഡയറക്ട്ലി വി ക്യാൻ കം ടു ദ സെഷൻ. ഓക്കെ, എവിഡൻസ് ആക്ട്. എവിഡൻസ് ആക്ട് എന്ന് പറയുമ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ പലപ്പോഴും പറയാറുണ്ട് സാച്ചുറേഷൻ, പെർഫെക്ഷൻ. പെർഫെക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതൊരു ജോലി ചെയ്ത് കഴിഞ്ഞാൽ അതിന് പെർഫെക്ഷൻ വന്നെങ്കിൽ നമുക്ക് സാറ്റിസ്ഫാക്ഷൻ. ഈ എവിഡൻസ് ആക്ടിന്റെ പെർഫെക്ഷൻ ഇതിൽ ഒന്നുമില്ല, വേറെ ഒരു ലെജിസ്ലേഷനും ഇല്ല. അത് എവിഡൻസ് ആക്ടിൽ തന്നെ എവിഡന്റ് ആണ്. എവിഡൻസ് ആക്ട് ആദ്യം എടുത്തു കഴിഞ്ഞാൽ you will get a declaration what actually amounts to, what is the command there, how it will applicable, how it will operate. But transfer of property act, contract act, മറ്റുള്ള പ്രൊവിഷൻസ് എല്ലാം നോക്കുമ്പോൾ അതിൽ നിന്ന് പറഞ്ഞ റിക്വയർമെന്റ്സ് ആ പറയുന്നത്. കംപ്ലൈൻസ്, when you are going to execute a sale deed, or when you are going to execute a mortgage deed, or if you want to execute a release deed or redemption deed, or to execute a gift deed, ഇങ്ങനെയൊക്കെ വരുമ്പോ അതല്ല പറയുന്നതെന്ന് പറഞ്ഞു. What are the formalities to be complied with? How to execute a sale deed validly, അല്ലെങ്കിൽ how to enforce a right validly through court ആണ്. CPC അതൊക്കെ പറയുന്നത് സ്റ്റുഡിക്കേറ്റും മറ്റുള്ള പ്രിൻസിപ്പിളൊക്കെ. ഗിഫ്റ്റിന്റെ contract, how a valid contract can be entered into, who will be the competent person to enter into a contract. അവിടേക്ക് റിക്വയർമെന്റ് ആണ്, ബേസിക്കലി റിക്വയർമെന്റ് ആണ് നമ്മൾ ചെയ്യേണ്ട ഒരു ലീഗൽ ആക്ട്, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ചെയ്യേണ്ട ആക്ടുകളെ സംബന്ധിച്ച് ലീഗലായിട്ട് വാട്ട് ആർ ദ റിക്വയർമെന്റ്, അതാണ് സ്പെസിഫൈ ചെയ്തിരിക്കുന്നത്. ഇപ്പൊ BRC ആക്ട് ബെനിഫിഷ്യൽ അമലിയോറേറ്റീവ് ലെജിസ്ലേഷൻ. What are the benefits given to a particular section of people, weaker section? ഇതിനെല്ലാം വ്യത്യസ്തമായിട്ട് ഇതിന്റെ ഒന്നും സ്വഭാവമില്ലാത്ത, എന്നാൽ അതിൻ്റെതായ മാത്രം സ്വഭാവമുള്ള one and the only legislation, that is Evidence Act, the foundation stone of law enforcing authority. Evidence Act എന്ന് പറഞ്ഞാൽ that is the basis stone. Everything is resting on the Evidence Act. ആ എവിഡൻസ് ആക്ടിലാണ് കോടതി മൂവ് ചെയ്യുന്നത്. ഞാൻ പറയാം, ഐ വുഡ് സേ ദാറ്റ് കോടതി ശ്വസിക്കുന്നത്, ലിറ്റിഗന്റ് അഡ്വക്കേറ്റ്സ് എല്ലാം ശ്വസിക്കുന്നത് വരെ എവിഡൻസ് ആക്ടിന്റെ ബേസിസിലാണ്, നോട്ട് ബേസ്ഡ് ഓൺ അതർ ആക്ട്സ് or enactment, legislation, etc. അതാണ് എവിഡൻസ് ആക്ടിന്റെ പെർഫെക്ഷൻ. സാച്ചുറേഷൻ, എ സാച്ചുറേറ്റഡ് enactment, എ പെർഫെക്റ്റഡ് enactment. അതിന് ഇപ്പം നമുക്കറിയാം എവിഡൻസ് ആക്ടിൽ സബ്സ്റ്റാൻഷ്യൽ ആയിട്ട് ഒരു അമെന്റ്മെന്റും വന്നിട്ടില്ല. പുതിയ ഏതെങ്കിലും ഒരു ഇന്റർനെറ്റ് വന്നോ, അപ്പൊ ഇന്റർനെറ്റിനെ എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടി കുറെ അമെന്റ്മെന്റ്. അങ്ങനെയല്ല, വേറെ അതിന്റെ എന്തുവാ, ഏതെങ്കിലും ഒരു പ്രൊവിഷനെ ഹിറ്റ് ചെയ്യുന്ന രീതിയോ അല്ലെങ്കിൽ ഓവർലാപ്പ് ചെയ്യുന്ന രീതിയിലോ അല്ലെങ്കിൽ അൾട്ടർ ചെയ്യുന്ന രീതിയിലോ ഒരു അമെന്റ്മെന്റ് എവിഡൻസ് ആക്ട് വന്നിട്ടില്ല, വരാൻ പറ്റില്ല. അതാണ് അതിന്റെ കോൺഗ്രിഗേറ്റ് നേച്ചർ.
സത്യത്തിൽ എവിഡൻസ് ആയിട്ട് നോക്കുമ്പോൾ നമ്മുടെ ശിരസ് നമിക്കണം. അല്ല, ഓരോ പ്രൊവിഷൻ ഓരോ വരികളിൽ കൂടി പോകുമ്പോൾ മനസ്സില്ലേ, നമ്മുടെ ശിരസ് നമ്മൾ നമിക്കണം. ആരെങ്കിലും കൈ എവിഡൻസ് ആക്ട് ഒക്കെ ഉണ്ടോ? ആരെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടോ? ഞാനത് പ്രതീക്ഷിച്ചിരുന്നതാണ്. എവിഡൻസ് ആക്ടില്ല ആദ്യം നിങ്ങൾ നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ റിലവൻസി എന്ന് പറഞ്ഞൊരു ടേമുണ്ട്. അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് എവിഡൻസ് ആക്ട്. ഏതാ സെക്ഷൻ എന്ന് അറിയാമല്ലോ? സെക്ഷൻ 3 or 4 ഏതാണ് റിലവൻസി? Relevant. Definition class section 3. Relevant. നിങ്ങൾ ആ സെക്ഷൻ ഒന്ന് വായിച്ചു വെക്കണം. Relevant അതിന്റെ definition. One fact is said to be relevant to another. One fact is said to be relevant to another. ഇപ്പൊ രണ്ടുപേരും തമ്മിൽ ലിങ്ക് രണ്ട് ഫാക്ട്സ്. എങ്ങനെ? When one is connected with the other in any ways of refer to. അവിടെ refer to എന്ന് പറഞ്ഞാൽ you have to give more emphasis. Any of the ways refer to. One fact is connected with another factor. എങ്ങനെ? Any of the ways refer to in the provisions of this act. ഈ ആക്ടിൽ പറഞ്ഞിരിക്കുന്ന പ്രൊവിഷൻസ് അനുസരിച്ച് എങ്ങനെ റിലേറ്റ്, ആ റിലേഷനാണ് റിലവൻസി ഓഫ് ഫാക്ട്സ് എന്ന് പറയുന്നത്. You got it? When a particular thing relate to another particular thing in a way as referred under this act, that is called, that is said to be relevancy, relevant fact. അത് മാത്രമല്ല, ഏറ്റവും declaration is there. Please come to section 5. Section 5. Anybody has got the test? No. Nobody has. നേരത്തെ പറയണ്ടായിരുന്നു, എല്ലാവരും ഇതുമായിട്ട് വരണമെന്ന് പറയണ്ടായിരുന്നു. ഓക്കെ, സെക്ഷൻ 5. സെക്ഷൻ 5ലാണ് എവിഡൻസ് ആക്ടിന്റെ, ഞാൻ പറയും, ഐ വുഡ് സേ ദാറ്റ് ഇറ്റ് ഈസ് ദ ഫൗണ്ടേഷൻ സ്റ്റോൺ. എവിഡൻസ് ആക്ട് ആണ് ലീഗൽ സിസ്റ്റത്തിന്റെ ഫൗണ്ടേഷൻ സ്റ്റോൺ. അതിന്റെ ഫൗണ്ടേഷൻ സ്റ്റോൺ ആണ് സെക്ഷൻ 5. ഗോട്ട് ദ പോയിന്റ്? സൂപ്പർലേറ്റീവ് ആയിട്ടാണ് ഞാൻ പറയുന്നത്. Section 5. There is a declaration in section 5. What is a declaration? Anybody can say? Anybody? What is a declaration in section 5? Juniors, ഇവർക്കെല്ലാം അറിയാം. Not expecting an answer from these people. Any of you, please. What is a declaration in section 5? Section 5, ഞാൻ വായിക്കാം. Then you will get it. Evidence may be given. Evidence may be given in any suit or proceedings. Evidence may be given in any suit or proceeding of the existence or non-existence of every fact. So evidence can be given with respect to a legal proceeding, suit or proceedings, with respect to existence or non-existence of any fact or every fact. Every fact in issue, fact in issue define ചെയ്തിട്ടുണ്ട്, അതിലൊന്നും പോകുന്നില്ല. ഈ issue and such other facts as are. അപ്പോൾ every fact in issue and such other fact. But two set of facts ആയി. Every suit or legal proceedings. First one fact in issue, the other one other facts, connected facts. അത് നമ്മൾ താഴോട്ട് വരുമ്പോൾ അറിയാം what is fact in issue and what are the other connected facts. Okay, നോക്കാം. fact in issue മനസ്സിലായോ? ആദ്യം പറഞ്ഞ എന്താണ്? എവിഡൻസ് മേ ബി ഗിവൺ, തെളിവ് നൽകാം. എവിഡൻസ് മേ ബി ഗിവൺ ഇൻ എനി സൂട്ട് ഓർ പ്രൊസീഡിംഗ്സ് ഓഫ് ദ എക്സിസ്റ്റൻസ് ഓർ നോൺ എക്സിസ്റ്റൻസ് ഓഫ് എവറി ഫാക്ട് ഇൻ ഇഷ്യൂ ആൻഡ് സച്ച് അതർ ഫാക്ട്സ് ആസ് ആർ hereinafter. ഇതിന് താഴെ declaration is there, declared to be relevant. ഈ ആക്ടിൽ ഇതിന് താഴെ ഇതിന് ശേഷം പറയുന്ന കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് തെളിവ് നൽകാം. എങ്ങനെ? ഫാക്ട് ഇൻ ഇഷ്യൂ ആൻഡ് അതർ ഫാക്ട്സ്.
connected facts. Here and after. This is the third parallel. And put it okay. And of no others. And of no others. Please. Why you are looking outside? No. And of others. And of others. And of no others. No others. മറ്റൊന്നിനെ സംബന്ധിച്ച് കൊടുക്കാൻ പാടില്ല. So, with legal proceedings or suit, whatever it may be, evidence can be given only with respect to the matters which were referred under this act and none else. No other facts. ആർക്ക് പറയാൻ പറ്റും ഇങ്ങനെ? ആ കോൺഫിഡൻസ് നോക്ക്, the legislative confidence. See, evidence എന്ന് പറഞ്ഞാൽ evidence can be given anything with respect to everything under the sun. Yes. Everything under the sun. I would say above the sun and below the sun. Everything surrounded to you. Everything is covered up by the evidence. When there is a dispute, right, or invasion, whatever it may be, and when an action is taken up, you are expected to give evidence. Without evidence, no action will lie. No action can be taken, even in the criminal case, commission of offense, or against the states, whatever it may be. You are expected to give evidence. Here, a section says that declares that your evidence must be in accordance with what is stated here and below, and no others. You are not expected to give any evidence pertaining to other matters which are not referred under the act. Other than the act in the comprehensive nature, exhaustive nature. അതുകൊണ്ടാണ് സാച്ചുറേറ്റഡ് ആയ അല്ലെങ്കിൽ എല്ലാ രീതിയിലും പെർഫെക്ഷൻ അറ്റൈൻ ചെയ്ത ആക്ടാണ് എവിഡൻസ് എന്ന് പറയുന്നത്. അപ്പൊ എവിഡൻസ് ആക്ട് പറയുന്ന പ്രൊവിഷൻ അനുസരിച്ച് മാത്രമേ തെളിവ് നൽകാൻ പറ്റുള്ളൂ. അല്ലാതെ ഒരു കോടതിയിലും ഒരു സ്ഥലത്തും ഒരു എവിഡൻസ് കൊടുക്കാൻ ഒക്കില്ല. ഞാനത് തിരിച്ചു പറയാം. എന്ന് പറഞ്ഞാൽ ഈ എവിഡൻസ് ആക്ടില് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന പറഞ്ഞാൽ എവറിത്തിങ്. You got the point? Everything attached to you. നോക്ക, എവറിത്തിങ് എന്ന് പറഞ്ഞാൽ എവറിത്തിങ് അണ്ടർ ദ സൺ. അത്രയും കോംപ്രിഹെൻസീവ് നേച്ചർ ആണ്. എസ്പെഷ്യലി സെക്ഷൻ 1 to 55. ദ ഫസ്റ്റ് പാർട്ട് 3 പാർട്ട് ഉണ്ട്. അതിന്റെ സ്കീം അങ്ങനെയാണ്. സെക്ഷൻ 1 to 55. ആദ്യം നിങ്ങൾ എവിഡൻസ് ആക്ടിൽ എപ്പോഴും നിങ്ങൾ നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങൾ എപ്പോഴും ആ ഫസ്റ്റ് പാർട്ടിലെ പ്രൊവിഷൻസ് മൊത്തം ബൈഹാർട്ടാക്കുക. അതിന്റെ ആപ്ലിക്കേഷൻ എങ്ങനെ, അതെങ്ങനെയാണ്, ഏത് രീതിയിലാണ് വരിക, അത് വന്നു കഴിഞ്ഞാൽ ഐ വുഡ് സേ ദാറ്റ് നിങ്ങൾ ഒരു 50% വക്കീല എന്ന് പറയാൻ പറ്റും, അല്ലെങ്കിൽ ജഡ്ജ എന്ന് പറയാൻ പറ്റും. ഓക്കെ, നോക്കാം. അതിന്റെ എല്ലാ പ്രൊവിഷനും ടച്ച് ചെയ്ത് പോകണമെന്നുള്ള സമയമൊന്നുമില്ല. ക്രിമിനൽ ലോയിലെ സംബന്ധിച്ച് അതിന്റെ ന്യൂ ഇപ്പോഴത്തെ ഒരു മാറ്റം വന്നിട്ടുള്ള അതിനെയൊക്കെ ഒന്ന് ടച്ച് ചെയ്ത് പോവുക. പഴയതിൽ നിന്ന് എന്തൊക്കെ വ്യത്യാസം വന്നിട്ട് അത് മാത്രമാണ് ഇപ്പം നോക്കാം. അതിനു മുമ്പ് ഈ സ്കീം ഒന്ന് പറയാൻ ഞാൻ പറഞ്ഞാല് can be divided broadly into 3 categories. First, section 1 to 55. A relevancy of fact. ഞാൻ ആദ്യം പറഞ്ഞ relevancy. ഇപ്പൊ സെക്ഷൻ 1 to 55 പറയുന്നതെന്ന് പറഞ്ഞാൽ relevancy of fact alone, nothing else, nothing but. സെക്ഷൻ 1 to 55. അതിലാണ് നമ്മൾ എന്താ പറയുക, മൊഴിയും ഫാക്ട്സും എവരിത്തിങ് എല്ലാം ഇതിലാണ് വരുന്നത്. സെക്ഷൻ 1 to 55. ബാക്കിയുള്ളത് അടുത്ത ഭാഗത്തേക്ക് എന്ന് പറയുന്നത് ഓൺ പ്രൂഫ്, സെക്കൻഡ് പാർട്ട്. അതെന്ന് പറയുന്നത് സെക്ഷൻ 56 to 100 and third portion production and the effect of evidence. Later part 101 to 167. And detail ആയിട്ട് പോകുന്നില്ല, പറയാം. ഓക്കെ, നൗ സീ, ഇപ്പൊ സെക്ഷൻ 5 ഞാൻ ഇത് പറഞ്ഞു കഴിഞ്ഞു. സെക്ഷൻ 5 പറഞ്ഞു കഴിഞ്ഞാൽ പിന്നുള്ളതെന്ന് പറഞ്ഞാൽ സെക്ഷൻ 6 അല്ലേ? Everybody knows what actually amounts to section 6, arrestation. Then section 7, 8, motive, previous conduct, subsequent conduct occur. Section 9, 10, presumption.
presumption, and section 11, cinema, sir, section 11. Again, the main points of criminal law, every user usage position. First of all, section 24, 25, and 25, 26, and 27. A provision article 25, 26, 27. Extrajudicial. I remember 24 on the inducement, confession obtained under inducement, coercion, etc. Compelling this. Okay, this is okay. 26. 25. 25. Confession to the police officer not to be proved. See, confession to the police officer not to be proved. ഒരു പോലീസ് ഓഫീസറിന്റെ മുമ്പിലാണ് കൺഫെഷൻ കൊടുത്തെങ്കിൽ not to be proved, cannot be accepted in evidence. No question of admitting the same in evidence. Now the position is slightly changed. For Supreme Court, I will let you know the decision. That inspiring, confident, inspiring, cannot be eschewed completely. That is the latest one of the trend. It is against the slightly change. If it inspires confidence, it cannot be eschewed, but cannot be taken as a substantive evidence. Confession is substantive evidence. Substantive evidence is confession is substantive evidence, weaker section, weaker evidence. But a big piece of evidence can be taken up for the purpose of corroboration, supporting the case when there is other evidence or when there is lacuna or area to be filled up. You can take the aid of this evidence. That is the principle. About 25. How did you get it? 25 is complete bar in accepting any confession statement given to a police officer. About is some share. Other than American criminal case, senior officer of my friend needs a cup of tea. Yes, police officer confession statement admissible not to be proved. About a question. Police officers where officers officers forest official. Forest officials forest captive forest produce a case issue about a confession statement. How far it can be relied on? How far it can be relied on? I suppose 26. 26 is another. Confession by accused while in custody of police not to be proved against him. Okay. Whenever a person is under the police custody, whatever statement, whether it is confession or otherwise, shall not be proved against that person. But under bar under section, bar under section 25 and 26. Next one, provided that section 27. Evidence cycle to provide start now. 2 or 3? Okay. 27.
That section starts from the word provided that. Provide to what? 26. 26 says that the statement which was given, either confession or otherwise, shall not be proved against the accused if it was taken while he was under the police custody. Section 27 says, provided that. Provided that, it is a proviso attached to section 26. അതുകൊണ്ടാണ് 27 always should be read along with the section 26 and not read in isolation. Okay. 26 and 27. Next, 27. At 27, a head on the, okay. How much of information received from the accused may be proved? The barakana. Display in that. Okay, very good. How much of information received from the accused may be proved? That is pertaining to the accused while he is in custody of police. Section. Now, provided that when any fact is deposed to as discovered in consequence of information received from a person accused of any offense in custody of a police officer, so much of information, whether it is amounts to a confession or not, as relate distinctly to the fact thereby discovered, may be proved. You got the provision? That much of portion of statement, whether it is confession statement or otherwise, when a new fact was discovered or dictated in furtherance of that statement may be proved. That says that it is admissible, relevant. May be proved, you let us substitute to the word relevant, admissible. So whenever a new fact, a discovery is there, based on the disclosure statement is sadharana parayunnathu. Ee confession statement prathekam aa bhagam masalingine എന്താ പ്രത്യേകമായിട്ട് കോമയൊക്കെ ഇട്ട് എഴുതി ചേർത്തിരിക്കും. ആ ഭാഗമാണ് റിലവന്റ്. റിലവന്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഞാൻ ഇന്നാരെ കൊന്നതിന് ശേഷം ഇന്ന സ്ഥലത്ത് പോയി ചായ കുടിച്ചു, അവിടുന്ന് ഇവിടെ വന്നു, അതൊന്നും റിലവന്റ് അല്ല സ്റ്റേറ്റ്മെന്റിലുണ്ടെങ്കിലും. കൃത്യത്തിന് ഉപയോഗിച്ച ആയുധം ഞാൻ എന്നുള്ളത് പ്രത്യേകം പറയണം. ഞാൻ ഇന്ന സ്ഥലത്ത് കുഴിച്ചിട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് ഞാൻ എറിഞ്ഞു, അതല്ലെങ്കിൽ ഞാൻ ഇന്നാരെ ഏൽപ്പിച്ചു, അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് ഞാൻ ഭദ്രമായിട്ട് വെച്ചിട്ടുണ്ട്, എന്നെ കൊണ്ടുപോയാൽ ഞാനത് എടുത്ത് തരാം. ഇതായിരിക്കും ആ സ്റ്റേറ്റ്മെന്റ്. അതാ ഇൻ ഫർദറൻസ് ഓഫ് recovered or discovered or dictated in furtherance of the information supplied. Okay, you got the point? That much of information is admissible. Adana 26 in the exception. A statement given by accused while in the police custody to the police officer. Okay, about that much of information is relevant or admissible. Now, ഇതാണ് സെക്ഷന് വേറൊന്നും പറയുന്നില്ല. സെക്ഷനിൽ ഇത്രേ പറയുന്നുള്ളൂ. പക്ഷേ സെക്ഷന്റെ ഈ 27ന്റെ ആ പരിധിയിൽ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ you have to prove some other ingredients. അത് ഓരോന്നായിട്ട് ഞാൻ പറഞ്ഞുതരാം. അതിലെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ചേഞ്ച് എന്താണെന്ന് പറയാം. ഞാൻ ആദ്യം പറഞ്ഞു, ഞാൻ കൊണ്ടുവച്ചു, ഇപ്പൊ കൃത്യത്തിന് ഉപയോഗിച്ച കടാര ഞാൻ ഒരു വാഴനെ ചോട്ടിക്കൊണ്ട് കുത്തിക്കയറ്റി വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ വിറകിന്റെ അടിയിൽ വെച്ചിട്ടുണ്ട്. ഓക്കെ, അവിടെ ഈ ഞാനെന്ന് പറയാനുള്ള കാര്യമെന്ന് പറഞ്ഞാൽ, ഈ ഇൻഫർമേഷൻ വേർ ഇറ്റ് വാസ് കൺസീവ്ഡ്, അത് അക്യൂസിന് ഡയറക്റ്റ് ആയിട്ട് നോളജ് വരാൻ വേറെ മാർഗങ്ങളുണ്ട്. അത് ഹൈപ്പോത്തസിസ് അവൈലബിൾ. ഇപ്പൊ എ എന്ന് പറഞ്ഞ ആളാണ് കുറ്റകൃത്യം ചെയ്തത്, ബി എ ആണ് അറസ്റ്റ് ചെയ്തത്. അപ്പൊ എ കൊണ്ടുവന്ന് ഈ കടാര ഇന്നടത്ത് ഒളിച്ചു വെക്കുന്നത് ബി കണ്ടു. ഓക്കെ, യു ഗോട്ട് ദ പോയിന്റ്. ബി കണ്ടു. അപ്പൊ ബിക്ക് അറിയാം ഈ കടാര എവിടെ വെച്ചിരിക്കുന്ന. ഓക്കെ,
Big disclosure statement, be arrested, big disclosure statement at Palma now. Either big as a way come but you. Ekarium not pretty wear the Rala. Pretty of the condition. Another one done a authorship. When it is recorded, others should be revealed. He should say that Yana would have conduit you. Yana would do each other. That is the earlier legal position. Now it is changed. Ipo adu goodla alla. Parayenda karyam. Goodla parayendadu. Idu nallathu thaneyanu. Pakshe njan adu avade kondu vechu ennu paranjillenkil whether it will come under the purview of section 27. The answer is yes. When there is no authorship revealed while giving a statement before the police, either confession or otherwise, while under the custody of police, the non-disclosure of authorship will not vitiate the discovery or admissibility under section 27 of the Act. Why? What is the reason behind it? It is there under section 106. Evidence Act 106. 106. Please, 106. 106 is another special knowledge. I would say you have to substitute the word special knowledge with the exclusive knowledge. Special knowledge is another section. When a fact is within the knowledge of special knowledge, not very knowledge, within the special knowledge of a person, the burden to establish that fact is on that person. Got the point? And explain to you that. But enike maatra ariyavunna oru karyam. Enike maatra ariyavunna oru karyam aanengil adu ende special knowledge aanu. Special knowledge ആയിരിക്കണം, exclusive knowledge. അങ്ങനെയുള്ള ഒരു ഫാക്ട്സ് എന്റെ കൈവശം ഉണ്ടെങ്കിൽ it may not be possible for the prosecution to dictate the fact. അങ്ങനെ ഒരു സിറ്റുവേഷൻ വരാം. അതിന്റെ ഇതാണ് സെക്ഷൻ 106. അപ്പൊ 27 പറയും 106 ആയിട്ട് എങ്ങനെ സ്പെഷ്യൽ നോളജ് എന്ന് പറയുന്നത്? Anyone? Because it was concealed by some other person, and that is a knowledge, special knowledge of that particular person who had given the disclosure statement. It was concealed by Mr. Kunjuvan അല്ലെങ്കിൽ Mr. Rajendran. It is known to whom? The person who had given the statement while under police custody, and he is bound to disclose it. You got it? He is bound to disclose it. It is not concealed by me, but it is concealed by Mr. C. Rajendran. I got seen the concealment of that weapon by Mr. Rajendran. So that makes a liability duty upon the person to disclose the source. You got it? അതിന്റെ പരുവിൽ പറഞ്ഞാണ് പറഞ്ഞത് ആദർശിപ്പ് പറഞ്ഞില്ലെങ്കിലും എന്ന് വെച്ചാൽ ഈസ് ബൗണ്ട് ടു ഡിസ്ക്ലോസ്, ബൗണ്ട് ടു ടെൻഡർ എവിഡൻസ്. ടെൻഡർ ചെയ്യാനുള്ള പല സ്റ്റേജ് ഉണ്ട്, 313 അങ്ങനെ പലതും ഒക്കെ ഉണ്ട്. അവിടെ ഇരിക്കട്ടെ, ആ ഭാഗത്തേക്കൊന്നും പോകാൻ പറ്റുന്നില്ല. ഇതാണ് ആ ലേറ്റസ്റ്റ് ട്രെൻഡ് ചേഞ്ച് വന്നത്. ഡിസിഷൻ ഐ വിൽ ലെറ്റ് യു നോ.